പകർച്ചവ്യാധി ഭീതിയിൽ സംസ്ഥാനം. എലിപ്പനി ബാധിച്ച് 2 പേർ മരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. ഇന്ന് 159 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 22 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. പുതുതായി ഷിഗല്ല ബാധിച്ചത് 15 പേർക്കാണ്. എബി ജോൺ തോമസ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. എബി, സംസ്ഥാനം പകർച്ചവ്യാധി ഭീതിയിലാണ്. എലിപ്പനി ബാധിച്ച് 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണവും 159 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസം ഈ രോഗബാധകളിലൊക്കെ തന്നെ ഒരു വലിയ കുറവ് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അത് ആ ഞായറാഴ്ചയുടെ ഒരു ആലസ്യം മാത്രമായിരുന്നു. തുടർന്ന് വന്ന തിങ്കളാഴ്ചയും ഇന്നും വലിയ രീതിയിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പനി ബാധിച്ചത് മാത്രം ഇന്ന് എത്തിയിരിക്കുന്നത് 13,747 പേരാണ്. ഈ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന മരണം തന്നെയാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത്. ഡെങ്കു പനി ബാധിച്ച ഒരാൾ, ഒപ്പം തന്നെ എലിപ്പനി ബാധിച്ച ഒരാൾ, എലിപ്പനി ബാധിച്ച 2 മരണം, ഒപ്പം തന്നെ ഇൻഫ്ലുവൻസ ബാധിച്ച 1 മരണം, അങ്ങനെ 4 മരണമാണ് ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 159 പേർക്കാണ് ഇന്ന് ഡെങ്കുപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 15 പേർക്ക് ഷിഗല്ലയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കാതെ പോവുകയും എന്നാൽ അസുഖബാധിതരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ നമ്പർ കാണിക്കുകയും ചെയ്യുന്നത് ചിക്കൻ പോക്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കാണ്. 106 പേർക്കാണ് ഇന്ന് മാത്രം ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ പകർച്ചവ്യാധികളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അങ്ങനെ രോഗബാധിതരുടെ എണ്ണം ഓരോ ദിവസവും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ള. സാധാരണ ചിക്കൻ പോക്സ് ഒക്കെ നമ്മൾ കാണാറുള്ളത് വേനൽക്കാലത്തൊക്കെയാണ്. പക്ഷേ ഈ മഴക്കാലത്തും മഴ ഇത്രമാത്രം ശക്തമായി നിൽക്കുന്ന ഒരു സമയത്തും ചിക്കൻ പോക്സ് ഉണ്ടാകുന്നു എന്നതും ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ നടത്തി പരിസര ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക, ഒപ്പം തന്നെ വ്യക്തിശുചിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുവേണ്ടി ആരോഗ്യവകുപ്പ് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ സമീപിക്കുകയും സന്ദേശങ്ങൾ പൊതുജനത്തിന് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അവർ സമർപ്പിച്ച ഹൈപ്പവർ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കണം. വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഈ രോഗബാധയുടെ ഒരു ഭീതിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറാൻ കഴിയുകയുള്ളൂ. ഷിഗല്ല ബാധിച്ചിരിക്കുന്നത് 15 പേർക്കാണ് എന്നുള്ളതാണ്. നിപ്പയിൽ മാത്രമാണ് നമുക്കിപ്പോൾ ഒരു ആശ്വാസം എന്ന് പറയാൻ വേണ്ടി കഴിയുക. മറിച്ച് ബാക്കിയുള്ള രോഗബാധിതരുടെ എണ്ണത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 70-നും 80-നും ഇടയ്ക്ക് മാത്രമായിരുന്നു രോഗബാധിതരായിട്ട് ഡെങ്കു രോഗബാധിതരായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 159ലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ട ഒരു സാഹചര്യമാണ്. അശ്വതി.